യമനിൽ ഹൂതികൾക്ക് നേരെ US വ്യോമാക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട് വീഡിയോ പങ്കുവച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് വീഡിയോ പുറത്തുവിട്ടത്. ഒരു റോഡിന് സമീപം ഒത്തുകൂടിയ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ട്രംപ് പുറത്തുവിട്ടത്. ഡ്രോണിൽ നിന്നോ സൈനിക വിമാനത്തിൽ നിന്നോ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ആക്രമണത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് ഹൂതികൾ ഒത്തുകൂടിയതെന്ന് ട്രംപ് പറഞ്ഞു. ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിൽ അടുത്തിടെ ശക്തമായ വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിയത്. ആക്രമണത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുമായി ഈ ഹൂതികൾ ഒത്തുകൂടിയത്. ഇനി ഹൂതികളുടെ ആക്രമണം ഉണ്ടാവില്ല, അവർ ഇനി ഒരിക്കലും നമ്മുടെ കപ്പലുകൾ മുക്കില്ല. വീഡിയോ പങ്കുവച്ച് ട്രംപ് കഴിഞ്ഞ മാസത്തേതാണ് ഈ ദൃശ്യങ്ങളെന്ന് കരുതുന്നു. ദൃശ്യങ്ങളുടെ കൃത്യമായ തീയതിയും സ്ഥലവും നൽകിയിട്ടില്ല. വീഡിയോയുടെ ആധികാരികത US ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് തയ്യാറാകുന്ന ഹൂതി തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് ട്രംപ് പറഞ്ഞു. നേരത്തെ അമേരിക്കയുടെ ആളില്ലാ ചാരവിമാനം ഹൂതി വെടിവെച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം US വ്യോമാക്രമണത്തിൽ രാജ്യത്തുടനീളം കുറഞ്ഞത് 67 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികളായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹൊദൈദ, സാദ, സന, ഹജ്ജ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ദേശങ്ങളിലെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളും നടന്നു. മുതിർന്ന ഹൂതി നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് US സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ആക്രമണങ്ങളുടെ ഫലമായി ഇറാൻ ദുർബലപ്പെട്ടു എന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പറഞ്ഞു. 2023 നവംബർ മുതൽ ഈ വർഷം ജനുവരി വരെ ഹൂതി വിമതർ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 100-ലധികം വ്യാപാര കപ്പലുകളാണ് ആക്രമിച്ചത്. ഗാസ മുനമ്പിൽ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ വാദം. മാർച്ച് 15-നാണ് US ഹൂതികൾക്കെതിരെയുള്ള വ്യോമാക്രമണം ശക്തമാക്കിയത്.